ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും സുധിയും കൂടെ നല്ല വഴക്കാണ്. രേവതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തോ പ്രശ്നമുണ്ട്. അച്ഛനെ വിളിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സുധിയോട് പറയുന്നുണ്ട്, ഒരു പെണ്ണ് പറ്റിച്ചതാണെങ്കിൽ നിന്റെ മുഖത്ത് ഒരു നിരാശ കാണണം, താടി വളർത്തണം. ഇതൊന്നും തന്നെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇത് പറ്റിക്കൽസാണ്. എൻ്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പണിന് നീയും അവളും തന്നെയാണ്. അത് നിന്നെ പറ്റിച്ച് ആ പെണ്ണ് തന്നെയല്ലേ അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, എന്നോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, എൻ്റെ വിഷമം എനിക്കെല്ലാം അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ രേവതിയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിക്കണെന്നുള്ളൊരു വിഷമം നമ്മുടെ സുധിക്കുണ്ട്. എന്തായാലും നീ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാൻ പോയില്ലേ എന്ന് പറഞ്ഞ് ഷർട്ട് വലിച്ചൊക്കെ ഇങ്ങനെ ചുളുക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് രേവതി തടയാൻ നോക്കുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല. ആ സമയത്ത് അച്ഛനെ വിളിച്ച് വരുത്തുന്നുണ്ട് രേവതി. അച്ഛാന്ന് ഉറക്കെ വിളിക്കുമ്പോൾ പിന്നെ അവിടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എൻ്റെ മോനെ ഒന്നും ചെയ്യലടാ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടത് എന്താണെന്ന്. എനിക്ക് വേണ്ടത് എൻ്റെ പണം. എൻ്റെ തലയിലായത് ഇവൻ കാരണമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പണം കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് വീണ്ടും വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനും വിഷമാവുന്നുണ്ട്, ഇവളെ തലയിലാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇടയ്ക്കുള്ള സച്ചിയുടെ ഈ വാക്ക് രവീന്ദ്രനും വല്ലാത്ത വിഷമമുണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണം ഞാൻ നടത്തൂല, അതുപോലെ തന്നെ ആ പെണ്ണിന്റെ മുന്നിൽ ചെന്ന് ഇവന്റെ എല്ലാ ചരിത്രങ്ങളും ഞാൻ വിളമ്പും, അതിനേക്കാൾ നല്ലത് എൻ്റെ പണം തരണം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ പണം ഞാൻ തരാമെന്ന് പറഞ്ഞു, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞതല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചി ഇവരോട് വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോകുന്നുണ്ട്. രേവതി അകത്തും പോകും. പിന്നീട് ചന്ദ്രയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഭാമരണി, ഭാമ വിളിക്കുന്നുണ്ട്, നീ വായോ, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെ വന്നിട്ട് പറയാ, ശ്രുതി ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര വേഗം അവിടെ എത്തുന്നുണ്ട്. എന്താണാവോ പ്രശ്നം എന്നങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്കാകെ ദേഷ്യമായിട്ടിരിക്കേണ്ടി, സച്ചിനെ കൊണ്ട് ജീവിക്കാൻ തരില്ലാണ്ടായി, സച്ചിൻ എൻ്റെ മോനെ ഉപദ്രവിക്കുന്നു, അവന് പണം കൊടുത്തില്ലെങ്കിൽ അവൻ ഈ കല്യാണം മുടക്കുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഞാനൊരു വളഞ്ഞ വഴി പറഞ്ഞുതരാമെന്ന് പറയുന്നു. നിനക്കതെല്ലാം അറിയുള്ളൂ, എന്തായാലും പറയുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കൂടെ അല്ലേ എൻ്റെ സഹവാസം, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ നല്ല അറിവുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, സച്ചിനെയും രേവതിനെയും തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റ്, അപ്പൊ അവരുടെ വഴക്കും തീരുമല്ലോ എന്ന് പറയുന്നു. അവരെ ഹണിമൂണിന് വിടാനാണോ നീ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്തായാലും രവിയേട്ടനോട് പറയും, രവിയേട്ടൻ്റെ അമ്മനെ അടുത്തേക്ക് അവരെ പറഞ്ഞയക്ക്, അപ്പൊ അവര് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ, അതിനു മുന്നേ നമുക്ക് ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാന്ന് പറയുന്നു. അത് ശരിയാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്ന് ആദ്യം തന്നെ മാപ്പോട് പറയുന്നത്, എനിക്കിപ്പോ കല്യാണം വേണ്ട അമ്മ, 2 വർഷമെങ്കിലും വേണം, 2 വർഷം വരെ എനിക്ക് ശ്രുതിയോട് കാത്തിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അയ്യോ, 2 വർഷം മോൾ എന്തീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. കാരണം എനിക്കൊരു പാർലർ തുടങ്ങണം, അതെൻ്റെ ഒരു സ്വപ്നമാണ്. ആ പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതൊക്കെയാണ്. അതിനാണെങ്കിൽ 10 ലക്ഷം രൂപ വേണം. അച്ഛനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും, പക്ഷെ അച്ഛനോട് ചോദിക്കില്ല, അച്ഛൻ്റെ കാശൊന്നും ഞാൻ സ്വീകരിക്കില്ല. ശ്രുതിക്കാണെങ്കിൽ പറയത്തക്ക ഒരു ജോലിയില്ല, എനിക്കും ഒരു ജോലി ആയിട്ടില്ല, ഞാനും ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്, അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. മാത്രമല്ല അമ്മനോട് ചോദിക്കൂലേ, ചന്ദ്രമതിയുടെ മരുമോൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ അതും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കല്യാണത്തിൽ നിന്ന് തൽക്കാലം പിന്മാറുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രുതി. അമ്മ, എൻ്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് പാർലറിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ശ്രുതിയും കൂട്ടുകാരി പോയിട്ട് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അഡ്വാൻസുമായി നാളെ വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്ന് എടുത്ത് കൊടുക്കൂടി അഡ്വാൻസ് ഇത്ര അധികം എന്നൊക്കെ പറഞ്ഞു. പണം വരുന്ന വഴിയൊക്കെ നീ കണ്ടോ, അതിനൊക്കെ എനിക്കറിയാം, അതിനൊക്കെ ഉള്ളൊരു വഴി എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആത്മവിശ്വാസത്തോടെ ഇനി പറയുന്നത് അത് ചന്ദ്രനെ പറ്റിക്കാനുള്ള കാര്യമാണല്ലോ. അതിനുശേഷം സച്ചി വരുന്നുണ്ട്. സച്ചി വരുമ്പോൾ സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് രേവതി. ഭക്ഷണം ചോറ് വേണോ ദോശ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോറ് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഫോൺ വരും. അങ്ങനെ വേറൊരു ഓട്ടോ ആണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ വേഗം ചാടി എഴുന്നേൽക്കുന്നുണ്ട് സച്ചി. ആ സമയത്ത് അച്ഛൻ വന്ന് പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും ഭക്ഷണം കഴിച്ചിട്ടുള്ള ജോലി മതി, ഇല്ലെങ്കിൽ അവർ വേറെ അന്വേഷിച്ച് പോട്ടേടാന്ന് പറയുമ്പോൾ ശരിയാവില്ല അച്ഛാ, മാല പണയം വെച്ച് പിടിപ്പിക്കാൻ തന്നെ ഒരു കട ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മാല എങ്ങനെയെങ്കിലും എടുപ്പിച്ച് കൊടുത്തപ്പോൾ തന്നെ ഒരു സമാധാനമായി എന്ന് പറയുന്നു. അതിന്റെ കടം വീട്ടണ്ടേ, രാവും പകലും വണ്ടി ഓടിച്ചാലും അത് വീട്ടണം, താൻ ചത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്തിനാ അങ്ങനെ പറയുന്നു, മാലയുടെ കാര്യം, മാല
എന്താ ചെയ്തതെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് രേവതി. എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. എന്തായാലും നിനക്ക് നിന്റെ മുതൽ കിട്ടിയില്ലേ, പിന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്കും പോകും, രേവതി അകത്തേക്കും പോകും. ചന്ദ്രമതി ഇതൊരു അവസരം എന്ന് മനസ്സിലാക്കി നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവരെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവരെ വഴക്ക് തീർക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇവരെ കുറച്ച് ദിവസം നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് വിട്, എന്റെ അമ്മനെ വിളിച്ച് പറയും, അപ്പൊ ഇവർ രണ്ടുപേരെയും കൂടെ അമ്മയുടെ ഉപദേശം കൂടെ ആകുമ്പോൾ ഇവർ നന്നായിക്കോളും എന്ന് പറയുന്നു. എന്തായാലും രവീന്ദ്രൻ അത് ഇഷ്ടാവുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അപ്പൊ ചന്ദ്രയോട് സച്ചിനെ കൊണ്ട് വല്ലാത്ത ശല്യാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലൊരു കാര്യം പറയാന്ന് വിചാരിച്ചാലും നടക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്ര ഒരു നിഷ്കളങ്ക ഭാവം കാണിക്കുമ്പോൾ രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ശരിയാണ്, എന്തായാലും ഇവർ കുറച്ച് ദിവസം നല്ലോണം സന്തോഷിക്കട്ടെ. ചന്ദ്ര പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ചന്ദ്ര സച്ചിയുടെ ഒരു ഉപദ്രവം കൊണ്ടാണ് ഇത് പറഞ്ഞെങ്കിലും ഇതൊരു നല്ല കാര്യം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ അമ്മനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം.